വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സിവിൽ 3D വെച്ചിട്ട് ഒരു കോണ്ടൂർ മാപ്പ് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള പോയിന്റുകൾ ഫയൽ ഉപയോഗിച്ചിട്ട് ഒരു സർഫസ് ഉണ്ടാക്കുന്നു. ദെൻ അതിൽ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അതിൽ ഗ്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു എക്സൽ ഡാറ്റയാണ്, അതായത് ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡാറ്റയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഫയലാണ്. സോ ഈ ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഒന്നാമത് പോയിൻ്റ്, രണ്ടാമത് അസിമുത്ത്, സെനിത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോയിൻ്റാണ്. സോ ഇതിനെ പി എന്ന് പറയുന്നു. പിന്നീട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്താണ്, അതായത് നോർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തിന് വേണ്ടിയിട്ട് എൻ എന്ന് പറയുന്നു നമ്മൾ. ദെൻ ഈസ്റ്റിങ് ഇ എന്ന് പറയുന്നു. പിന്നെ എലിവേഷൻ ഉള്ളത് സെഡ് എന്നും കോഡ് എന്നുള്ളത് ഡി എന്നുമാണ് പറയാം. അപ്പോൾ ഇതിന് സിവിൽ 3Dയിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോർമാറ്റ് കൊടുക്കേണ്ടി വരും, നമ്മുടെ ഡാറ്റ ഏത് ഫോർമാറ്റിലാണ് എന്നുള്ളത് കാണിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പി, എൻ, ഇ, സെഡ്, ഡി, ഇത്രയാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്. സോ അതില്ലാത്ത ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. സോ ഓരോ കോളായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇത്രയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും 5 എണ്ണമാണ് വേണ്ടത്. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ആദ്യത്തെ ഈ കോളം, അതുമാതിരി സ്റ്റേഷൻ എന്നുള്ള ഈ കോളം ആവശ്യമില്ല. ഈ രണ്ടാമത്തെ പോയിന്റ് 00 വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ഈ കോളം ഡിലീറ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ ഇതും ഡിലീറ്റ് ചെയ്യാണ്. സോ ഈ രണ്ട് കോളം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മുതൽ അതുവരെയാണ് നമ്മുടെ ഈ പോയിന്റ്. ഇനി ഈ പോയിന്റ് എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നത് ഫയൽ, സേവ് ആസ്, ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ എക്സൽ മാറ്റിയിട്ട് എന്താക്കണം, താഴെ വന്ന ഒരു CSV, ഡീലിമിറ്റഡ് കാണാം. ഇത് ഉപയോഗിക്കരുത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ CSV MS-DOS എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം, ഫോർമാറ്റ് കാണാം. ഇതാണ് നല്ലത്, മറ്റേ ചില സമയങ്ങളിൽ എറർ വരാറുണ്ട്. ഇതെടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. സോ ഇത് ആ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതെൻ്റെ എക്സൽ ഫയലാണ്, അതേ പേരിൽ തന്നെയാണ് ഞാനിതാ പോയിൻറ്റ്സ് എംടെക് എന്നുകൊണ്ട് പേരിൽ. സോ ഇനി നമ്മൾ സിവിൽ 3D തുടങ്ങുകയാണ്. സിവിൽ 3D മെട്രിക് ആണ് ഉപയോഗിക്കുന്നത്. സിവിൽ 3D തുടങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം, ഓട്ടോകാഡ് ഉപയോഗിച്ചവർക്ക് അറിയാം. ഓട്ടോകാഡുമായി തന്നെ ഇൻ്റർഫേസ് ഉള്ള സാധനമാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഓട്ടോകാഡും നമുക്ക് ഇതുമായി തന്നെ, ഓട്ടോകാഡിന് പകരം ഇത് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഇതിൽ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡ്, അങ്ങനത്തെ റെയിൽ, അങ്ങനത്തെ ഇതിനൊക്കെയാണ് കൂടുതലും അത് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ ഫയൽ നെയിം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫയൽ ടൈപ്പ് DWG ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഫയൽ നമ്മൾ ഓട്ടോകാഡ് പോയി തുറന്നു കഴിഞ്ഞാൽ ഇതിലെ അതേമാതിരി അവിടെ കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി കമാൻഡുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. എങ്ങനെ ഈ മാപ്പ് ഉണ്ടാക്കാം എന്നുള്ള സ്റ്റെപ്പുകളിലേക്ക് മാത്രമായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂൾ സ്പേസ് കാണാം. ഈ ടൂൾ സ്പേസിൽ ഇത് ഓൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹോം ടാബിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ ചെയ്യുന്നത് പോയിന്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഇതാ ഈ പോയിന്റിൽ വന്നിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ടൂൾ സ്പേസിൽ ഈ പോയിന്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് അടിക്കുക. ഇതടിച്ച് കഴിഞ്ഞാൽ ഒരു ടൂൾ ബാറാണ് വരിക. ഈ ടൂൾ ബാറിൽ ലാസ്റ്റ് ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി പോയിന്റ് എൻ്റർ ചെയ്യാനുള്ളതൊക്കെയാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ളതായതുകൊണ്ടാണ് ഈ ലാസ്റ്റത്തേൽ പോകുന്നത്. ഇമ്പോർട്ട് പോയിന്റ്സ് എടുക്കുക. ഇനി ഫയൽ സെലക്ട് ചെയ്യണം. ഫയൽ ഈ ആഡ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. സോ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ പോയിന്റ്സ് എംടെക് എന്നുള്ള ഈ ഒരു ഫയലാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഫോർമാറ്റ് ഏതാണോ അതിനനുസരിച്ചാണ് ഇവിടെ വരിക. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പോയിന്റ്, നോർത്ത്, ഈസ്റ്റ്, എലിവേഷൻ ആൻഡ് ഡി, അങ്ങ് 4 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ
ഇൻപുട്ട് ഫയലിലുള്ള കോളം ഇതിനനുസരിച്ച് ഫോർമാറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ PNEZD എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, അത് അതിനനുസരിച്ച് വന്നിട്ടുണ്ട്. സോ ഇനി ഇതൊരു ഫയലിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഇവിടെ ഞാൻ MTech എന്ന് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. സോ അതിവിടെ വന്നു. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പോയിന്റ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ടൂളിൻ്റെ ആവശ്യമില്ല, നമുക്കത് ക്ലോസ് ചെയ്യാം. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു താഴെ സർഫസ് വേണം. ഈ സർഫസാണ് ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ വയ്ക്കുക, റൈറ്റ് ബട്ടൺ അടിക്കുക, ക്രിയേറ്റ് സർഫസ് അടിക്കുക. ക്രിയേറ്റ് സർഫസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേര് കൊടുക്കണം. വീണ്ടും ഞാൻ സെയിം പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കോണ്ടൂറിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാനത് പിന്നീട് മാറ്റി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ചുവന്ന ഒരു കുത്തൽ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് സൂം ചെയ്ത് കൊണ്ടുവരാം. ഓട്ടോകാഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന കമാൻഡുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. ഞാനിവിടെ സെൻറ്റർ ബട്ടൺ, അതായത് സ്ക്രോൾ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. സോ ആ പോയിന്റ് വന്നു. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലുപ്പത്തിൽ ആകെ കൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ 1:1000 എന്ന് കാണാം. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 1:100 ആയി കൊടുക്കാം. സോ നമുക്ക് ആ പോയിന്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടി മാറ്റുന്നത്, ഹൈഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, കാരണം ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ പോയിൻ്റേ വന്നിട്ടുള്ളൂ. ഇനി അത് എന്ത് ചെയ്യണം, ഒരു സർഫസ് ഉണ്ടാക്കണം. സോ നമ്മളിവിടെ സർഫസിൽ വന്നു കഴിഞ്ഞാൽ സർഫസിൽ നമ്മളൊരു സർഫസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്ലസ് ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഡെഫിനിഷൻ കാണാം. ആ ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞാൽ താഴെ പോയിൻ്റ് ഗ്രൂപ്പ്സ്, ഡയറക്റ്റായിട്ട് പോയിൻ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. നമ്മൾ ചെയ്ത മാതിരി തന്നെ ഇതിൽ വന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത ഡയലോഗ് ബോക്സ് വരും. അതിലേക്ക് അങ്ങനെയല്ല നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, പോയിൻ്റ് ഗ്രൂപ്പ് വെച്ചിട്ടാണ്. സോ പോയിൻ്റ് ഗ്രൂപ്പ്, റൈറ്റ് ബട്ടൺ, ആഡ്. ഇമ്പോർട്ട് ചെയ്ത പോയിൻ്റ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, പോയിൻറ്റ്സ് ഇവിടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ അടിക്കാം. സോ ആ ഒരു സർഫസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സർഫസാണ്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ സർഫസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് ആ പ്ലാൻ വ്യൂയിലേക്ക് തന്നെ എത്തണമെങ്കിൽ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫസ്റ്റ് ഇതിലേക്ക് വരും. ഓക്കെ, പക്ഷേ ഇതിൽ കോണ്ടൂർ ലൈൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് കൂട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോണ്ടൂറിൻ്റെ ഇൻ്റർവെല്ലെല്ലാം മാറ്റാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് സർഫസ് സ്റ്റൈൽ ഉണ്ടാവും. ഈ എഡിറ്റ് സർഫസ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ കോണ്ടൂർ ഇൻ്റർവെൽ, അതായത് ഈ ടാബിൽ കോണ്ടൂർ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ളതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കോണ്ടൂർ ഇൻ്റർവെൽസ് എന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടൂർ ഇൻ്റർവെൽസ് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 0.5 കൊടുത്തു നോക്കുകയാണ്. എന്താ അറിയില്ല അളവ്. സോ 0.5 2.5 കൊടുത്തു. ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ കുറച്ച് ലൈൻസ് കോണ്ടൂർസ് കൂടി. ഇനി അതല്ല കുറേയും കൂടി കൂടുതൽ വേണം നമുക്കപ്പോൾ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്ത് കൊടുക്കാം, മാറ്റി കൊടുക്കാം. സോ വീണ്ടും ഞാൻ വന്നു, കോണ്ടൂർ ഇൻ്റർവെൽസിൽ വന്നു, അതൊരു 0.25 ആയി കൊടുത്തു. ഓക്കെ, ഓക്കെ കൊടുത്തു. കുറച്ചും കൂടി കോണ്ടൂറുകൾ വന്നു. സോ ഇനി ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചതുരമായിട്ടാണ്. ഇവിടെ കോർണറൊക്കെ ഷാർപ്പ് കോർണറാണ്. അപ്പോൾ അത് നമുക്ക് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് എഡിറ്റ് സർഫസ് സ്റ്റൈലിൽ പോവുക, കോണ്ടൂർ സ്മൂത്തിങ് എന്ന് കാണാം. ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ഫോൾസ് മാറ്റി ട്രൂ ആക്കുക. ട്രൂ ആക്കി കഴിഞ്ഞാൽ 2-3 ഓപ്ഷൻസ്, ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, സ്പ്ലൈൻ കർവ് വേണം, അങ്ങനെയുള്ള അത് ഓപ്ഷൻസ് മാറ്റി കൊടുത്തതിന് ശേഷം ഈ സ്മൂത്തിങ്ങിനുള്ള ഈ സാധനം എന്ത് ചെയ്യുക, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. അപ്ലൈ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് എത്ര വേണോ അത്രയും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർഫസ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കോണ്ടൂറിൻ്റെ വാല്യൂസ്
കോണ്ടൂർ ലൈൻസിന് മുകളിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മൾ അനോട്ടേറ്റിൽ വരുന്നു. അനോട്ടേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആഡ് ലേബിൾസ് പോയി കഴിഞ്ഞാൽ സർഫസിൻ്റെ ഉള്ളിലെ കോണ്ടൂർ മൾട്ടിപ്പിൾ. ഇത് 1 ഏതെങ്കിലും ഓരോണ്ണത്തിന് മതിയെങ്കിൽ നമ്മൾ ഈ സിംഗിൾ ഉപയോഗിക്കാം. അതല്ല ഒന്നായിട്ട് കുറേ എണ്ണത്തിന് മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെല്ലാമാണ് ഇതിൻ്റെ മുകളിലാണോ മാർക്ക് ചെയ്യേണ്ടത് അതിനെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചാൽ മതി. ഉദാഹരണത്തിന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ കാണാം ആ വാല്യൂസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി അതവിടെ നിർത്തി എസ്കേപ്പ് ചെയ്ത് വീണ്ടും തുടങ്ങണമെങ്കിൽ തുടങ്ങാം. ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു, അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരില്ല. ഇവിടെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തു, അതിനെല്ലാം വന്നു. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ഈ ഇത് വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെല്ലാം വരും കണ്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ഗ്രിഡ് ഇത് വേണ്ടത് അവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സിംഗിളായിട്ട് ഇപ്പോൾ ഇവിടെ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യാം, ആഡ് ലേബലിൽ സർഫസ് കോണ്ടൂർ സിംഗിൾ. അപ്പോൾ ഒരു കോണ്ടൂർ, ഇപ്പോൾ ഈ ഒരു കോണ്ടൂറിന് മുകളിലാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഓക്കെ, ആ കോണ്ടൂർ 97.75 തന്നെയാണ്, ഇവിടെ അത് തന്നെയാണ്. ഓക്കെ, കറക്റ്റാണ്. സോ ഇങ്ങനെയാണ് കോണ്ടൂറിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും സ്പോട്ടിൽ നമുക്കൊരു എലിവേഷൻ എത്രയും ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വീണ്ടും വരിക, സർഫസിൽ സ്പോട്ട് എലിവേഷൻ ഉണ്ട്. ഇത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലെവൽ എത്ര വെച്ചത് കാണിച്ചു തരും. ഇതുമ്പോൾ തന്നെ സ്പോട്ട് എലിവേഷൻ കൊടുത്തു നോക്കാം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇല്ല, ഇവിടെ ഉണ്ടോ ഈ ഒരു പോയിന്റ് ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, 90 കറക്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പോട്ടായിട്ടും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ എലിവേഷൻ കാര്യങ്ങളും നമുക്ക് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി വേണ്ടത് എന്താണ്, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പണി, ഒരു മാപ്പിൽ ഗ്രിഡാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഗ്രിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രിഡിൻ്റെ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ നമ്മൾ ഗ്രിഡ് വരയ്ക്കാൻ തീരുമാനിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലൈൻ കമാൻഡ് ഉണ്ട്, ഓട്ടോകാഡിലുള്ള തന്നെയാണ്. അതിലെ വെർട്ടിക്കൽ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. വീണ്ടും ഈ എക്സ്ട്രീം എന്ത് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ഓക്കെ, ഇനി വേണ്ടത് എന്താ, ഇതേ തന്നെ ഹൊറിസോണ്ടലും വേണം. അതായത് നമുക്ക് വേണ്ട ബൗണ്ടറി സർഫസ് നിൽക്കുക, ഗ്രിഡ് ഏത് മുതൽ ഏത് വരെ വേണം എന്നതിൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. പക്ഷെ ഇത് എക്സാക്റ്റ് ആയിരിക്കില്ല, കാരണം നമ്മുടെ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും 5 അല്ലെങ്കിൽ 10 അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും കൊടുക്കുക. ഇതിപ്പോൾ 5ൻ്റെ ഡിവിഷൻ ആയിക്കോണമെന്നില്ല. ഇപ്പോൾ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കി കഴിഞ്ഞാൽ 33 പോയിന്റ് സംതിങ് ആണ് കാണിക്കുന്നത്. സോ നമുക്കത് അങ്ങനെ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, 5ൻ്റെ ഡിവിഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതെന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രിഡ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം കൃത്യമായിട്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റൗണ്ടായിട്ട് 5 മീറ്ററിൻ്റെ ഓർ 10 മീറ്ററിൻ്റെ കൃത്യമായി കിട്ടുന്ന രീതിയിലേക്ക് ഈ 4 ബൗണ്ടറി പോയിന്റുകൾ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ Ctrl 1 അടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വരും. ഓട്ടോകാഡിൽ അതേ കമാൻഡ് തന്നെയാണ്. ഇതെടുക്കണം. ഇതെടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിലൊരു ബേസ് പോയിന്റ് ഉണ്ടാവും, ബേസ് പോയിന്റ് എക്സ് 977 ആണുള്ളത്. സോ 980 ആക്കാം, അല്ലെങ്കിൽ 75 ആക്കാം. 980 ആയിക്കഴിഞ്ഞാൽ ഈ ഗ്രിഡ് നമ്മുടെ ബൗണ്ടറിക്ക് ഉള്ളിൽ പോകും. അതുകൊണ്ട് നമ്മൾ 975 ആക്കി മാറ്റുകയാണ്. അപ്പോൾ അത് കുറച്ചിങ്ങോട്ട് മാറി. വീണ്ടും എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗ്രിഡ് എടുക്കുക. അതിൻ്റെയും ബേസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1010.73. അപ്പോൾ 1010 എത്തിയാൽ ഉള്ളിലേക്കാവും. സോ 1015 ആക്കി മാറ്റുക. ഓക്കെ, വീണ്ടും ഇതേ ഇതെന്ത് ചെയ്യണം, താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് വൈ ആണ് നോക്കേണ്ടത്. 1082 ആണുള്ളത്. സോറി, 1982. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ 80 ആക്കി കൊടുക്കണം.
കാരണം 85 ആക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കയറും. 1980 കണ്ടോ. ഇത് തന്നെ വീണ്ടും ഇതിനും ചെയ്ത് കൊടുക്കണം. ഇതിന് ചെയ്യുമ്പോൾ y 20 25 ഉള്ളത് 26 ഉള്ളത് 20 30 ആയി കൊടുക്കേണ്ടി വരും. 20 30. ഓക്കെ, അപ്പോൾ 4 എണ്ണം ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിം കമാൻഡ് ഉപയോഗിക്കാം. ട്രിം കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്നും കളയാം. ഇവിടെ ട്രിം വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3D ആയിട്ട് പലതും പല ലെവലുകളായിട്ട് വന്ന, കാരണം സർഫസിൻ്റെ മുകളിൽ പോയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത് ഓരോ എഡ്ജിലും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ ലെവലിലല്ല വന്നിട്ടുള്ളത്. തൽക്കാലം ഇതിനെല്ലാം ഒരേ ലെവലിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ സെഡ് ബേസ് സെഡ് എന്നുള്ളത് 0 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. സാധാ ഓട്ടോകാഡിലെ ട്രിം കമാൻഡ് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇനി ഗ്രിഡ് ഉണ്ടാക്കണം. സോ ഇതിൻ്റെ ആവശ്യമില്ല. ഗ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഗ്രിഡിൻ്റെ ആദ്യം നമുക്ക് ഈ ഗ്രിഡിൻ്റെ ടൈപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. അതായത് ലൈൻ ടൈപ്പ് വേണമെങ്കിൽ മാറ്റാം. കൺട്രോൾ 1 വന്നു കഴിഞ്ഞാൽ ലൈൻ ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡിൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, ഏത് ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. ഇത് എന്ത് ചെയ്യാം? 4 എണ്ണത്തിനും ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നു. കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ ഓഫ്സെറ്റ് ചെയ്യാണ്. 5 മീറ്റർ 5 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലിലാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്യാം, അറേ ചെയ്യാം, കോപ്പി ചെയ്യാം, എന്താണെന്ന് ചെയ്യാൻ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. സോ 5 മീറ്ററിൻ്റെ ഇങ്ങനെയായി. ഇനി വീണ്ടും ഓഫ്സെറ്റ് എന്ത് ചെയ്യണം? 5 മീറ്റർ ഹൊറിസോണ്ടൽ ചെയ്യണം. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രിഡ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ഗ്രിഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഇതിൽ ഗ്രിഡിൻ്റെ ഇവിടെ നോർത്തിങ് ഈസ്റ്റിങ് എഴുതുന്നതാണ്. അപ്പോൾ അതിന് സാധാരണ ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിക്കാൻ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ID കമാൻഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ ഇത്രയും നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 20 25 ആണ്. സോ അതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിക്കുന്നു. 20 25. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തായി? ആ വാല്യൂ അവിടെ വന്നു. ഇനി ഇത് തന്നെ താഴേക്ക് കോപ്പി ചെയ്യാം. ഈ താഴത്തെ നോക്കുകയാണെങ്കിൽ ID ഈ ഒരു പോയിന്റ് നോക്കുക. ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ 20 20 ആണ്. ഇതിനെ എന്ത് ചെയ്യാം? കോപ്പി ചെയ്തതിന് ശേഷം താഴേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. 20 20 ആണ്. സോ ഇതെന്ത് ചെയ്യാം? 20. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാ വാല്യൂസും എടുത്ത്. അപ്പോൾ ആ ഗ്രിഡിൻ്റെ വാല്യൂസ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിഡിൻ്റെ ഓരോ ഇൻ്റർസെക്ഷനിലുള്ള ഈ ലെവലുകൾ മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും അനോട്ടേറ്റിൽ വരികയാണ്. അനോട്ടേറ്റിൽ ആഡ് ലേബൽസ് സർഫസിൽ വന്നു കഴിഞ്ഞാൽ ഗ്രിഡിൽ സ്പോട്ട് എലിവേഷൻസ് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ ചോദിക്കുന്നത് സ്വിസ് ബേസ് പോയിന്റ് ഓഫ് ഗ്രിഡാണ്. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിഡ് റൊട്ടേറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അത് വേണ്ട, നമുക്ക് ഹൊറിസോണ്ടൽ തന്നെ ആയതുകൊണ്ട് 0 ഡിഗ്രി അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് എക്സ് എൻ്റർ ചെയ്യണു, വൈ എൻ്റർ ചെയ്യണു, പിന്നെന്താണ് റൈറ്റ് ടോപ്പ് കോർണർ അതും കൊടുത്തു. അതും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, റൊട്ടേറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അത് നോ കൊടുത്തു കഴിഞ്ഞു. നോ കൊടുത്തു കഴിഞ്ഞ ഉടനെ എന്തായി? ആ വാല്യൂസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പോൾ ഈ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഇടയിലും ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് സർഫസിൻ്റെ പുറത്തുള്ള പോയിന്റിൽ വന്നിട്ടുമില്ല. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു
സർഫസിൻ്റെ ഉള്ളിലുള്ള ലെവലുകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ 98.59 ഇവിടെ 99.3 സോ ഇത് കറക്റ്റായിരിക്കും അല്ലേ? 98.59 കഴിഞ്ഞ് കുറച്ചുകൂടി വന്നിട്ടാണ് 98.75. അവിടുന്ന് കുറച്ചുകൂടി വന്നിട്ടാണ് 99. അത് കഴിഞ്ഞ് 93. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ ഒരു ഗ്രിഡ് മാപ്പ് ഉണ്ടാക്കുമ്പോൾ വേണ്ടു. ഇനി ഇതിന് നമ്മളൊരു ടൈറ്റിൽ ബോക്സ് എല്ലാം കൊടുക്കുന്നു, പ്രിൻ്റ് ഔട്ട്. എനിക്ക് തോന്നുന്നു S4-ലെ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഇതിൽ ഈ ഗ്രിഡ് ഉണ്ടാക്കുന്നതും വാല്യൂ കൊടുക്കുന്നതും നമ്മൾ ഇത്ര ബുദ്ധിമുട്ടണമെന്നില്ല. അതായത് ഈ നോർത്തിങ് ഈസ്റ്റിങ് കൊടുക്കുന്നത്. അതിന് വേണമെങ്കിൽ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയൊന്നുമല്ല, തേർഡ് പാർട്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രിഡ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്പ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലിസ്പ് ഓൺലൈൻ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അത് ഞാൻ ഉണ്ടാക്കിയതല്ലാത്തതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യില്ല. സോ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിലുള്ളതാണ്, എൻ്റെ കയ്യിലുള്ളതല്ല, ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. സോ AP എന്നടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്പ് ലോഡ് ചെയ്യാനുള്ള കമാൻഡാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ഇട്ടിട്ടുണ്ട്. ഇതാ ഗ്രിഡ് ഡ്രോയിങ്. അപ്പോൾ ഇത് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യുന്നത്? GG എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് കോർണർ ചോദിച്ചു, ദെൻ റൈറ്റ് കോർണർ ചോദിച്ചു, പിന്നെ ഗ്രിഡ് സ്പേസിങ് ചോദിച്ചു, പിന്നെ ഗ്രിഡിൻ്റെ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു. ഞാനൊരു 0.3 കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്ത് തരും? എഴുതി തരും. ഓർമ്മയുണ്ടല്ലോ, 20, 25, 20, 20. അപ്പോൾ അത് അങ്ങനെ ഒരു എളുപ്പപ്പണിയുണ്ട്. അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം ലിസ്പുകൾ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സർഫസ് നമ്മളുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഉണ്ടാക്കാനും ഗ്രിഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്പോട്ട് എലിവേഷൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, താങ്ക് യു.